തിരുസഭാമാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യേശു 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. കർത്താവായ യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇന്ന് സഭാമാതാവ് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ നേരുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള ഭാഗത്തിൻ്റെ അനുബന്ധ ഭാഗമാണ്. അത് യേശുവിൻ്റെ ചില പ്രത്യക്ഷീകരണങ്ങളുടെ ഒരു കണക്ക് അവതരിപ്പിക്കുന്നു. മഗ്ദലന മറിയത്തിന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. 12 അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷപ്പെടുന്നു. മൂന്നാമതായി, ഈ അവസാന ദർശനം സ്വർഗത്തിലേക്കുള്ള സ്വർഗാരോഹണത്തിൻ്റെ വിവരണത്തോടൊപ്പം ഇന്നത്തെ സുവിശേഷം രൂപപ്പെടുത്തുന്നു. ഇതിൽ നാം കാണുന്ന സത്യം കർത്താവായ യേശുനാഥൻ്റെ ഉത്ഥാന അനന്തരമുള്ള അനുഭവങ്ങൾ ഓരോന്നും അതിൻ്റെ സമ്പൂർണത കർത്താവായ യേശുനാഥൻ്റെ സ്വർഗാരോഹണമാണ്. അതുകൊണ്ടാണല്ലോ 3-ാം പക്കം സ്വർഗാരോഹണം സംഭവിക്കുന്നത്. ഒന്നാമതായി, സദ്വാർത്തയുടെ പ്രഖ്യാപനത്തോടൊപ്പമുള്ള അടയാളങ്ങൾ. യേശു 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ ഉയർത്തെഴുന്നേറ്റതായി കണ്ട വ്യക്തികളെ വിശ്വസിക്കാത്തതിന് അവരെ ശകാരിക്കുന്നു. അവർ മഗ്ദലന മറിയത്തെയോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെയോ വിശ്വസിച്ചില്ല. യേശുവിൻ്റെ പുനരുത്ഥാനം അനുഭവിച്ചവരുടെ സാക്ഷ്യം വിശ്വസിക്കുന്നതിനുള്ള ശിഷ്യന്മാരുടെ ചെറുത്തുനിൽപ്പിനെ പലതവണ മർക്കോസ് പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മർക്കോസ് ശിഷ്യന്മാരുടെ വിശ്വാസമില്ലായ്മയെക്കുറിച്ച് ഇത്രയധികം പ്രതിപാദിക്കുന്നത്? ഒരുപക്ഷെ 2 കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, യേശുവിലുള്ള വിശ്വാസം സാക്ഷ്യം നൽകുന്ന വ്യക്തികളിലുള്ള വിശ്വാസത്തിലൂടെ കടന്നുപോകുന്നു. രണ്ടാമതായി, ഹൃദയത്തിൽ സംശയമുണ്ടാകുമ്പോൾ ആരും നിരുത്സാഹപ്പെടരുത്. 11 ശിഷ്യന്മാർ പോലും സംശയിച്ചു എന്ന സത്യം. ധ്യാനത്തിൻ്റെ 2-ാമേട് ലോകമെമ്പാടും സുവാർത്ത അഥവാ സുവിശേഷം അറിയിക്കുവാനുള്ള ദൗത്യമാണ്. ശിഷ്യന്മാരുടെ വിശ്വാസമില്ലായ്മയെ വിമർശിച്ചതിന് ശേഷം യേശു അവരുടെ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നു. ലോകം മുഴുവൻ പോകുവിൻ, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ധൈര്യമുള്ളവർക്കും സ്നാനമേറ്റവർക്കും യേശു താഴെ പറയുന്ന അടയാളങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അവർ പിശാചുക്കളെ പുറത്താക്കും, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ പാമ്പുകളെ കയ്യിലെടുക്കും, മാരകമായ മദ്യപാനം ചെയ്താൽ പരിക്കേൽക്കുകയില്ല. ശേഷം അവർ സുഖം പ്രാപിക്കുന്ന രോഗികളുടെ മേൽ കൈവയ്ക്കും. ഇത് ഇന്നും സംഭവിക്കുന്നു. പിശാചുക്കളെ പുറത്താക്കുക എന്നാൽ ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മയുടെ ശക്തിക്കെതിരെ പോരാടുക എന്നാണ്. അനേകം ആളുകളുടെ ജീവിതം മെച്ചപ്പെടുന്നു, കാരണം അവർ സമൂഹത്തിൽ പ്രവേശിച്ച് അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ സുവാർത്ത ജീവിക്കുവാൻ ആരംഭിച്ചു. 3-ാം പടി, പുതിയ ഭാഷകൾ സംസാരിക്കുക. ഇതിൻ്റെ അർത്ഥം മറ്റുള്ളവരുമായി പുതിയ രീതിയിൽ ആശയവിനിമയം ആരംഭിക്കുക എന്നാണ്. ചിലപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. അവരെയും അവരുടെ സാഹചര്യത്തെയും കുറിച്ച് നമ്മൾ ആഴത്തിൽ ശ്രദ്ധിക്കുന്നു. നമുക്കവരെ നന്നായി അറിയില്ല എങ്കിലും നമ്മൾ ഒരേ ഭാഷയിൽ സംസാരിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയാണത്. 4-മതായി, മാരകമായ വിഷം അവരെ ഉപദ്രവിക്കില്ല. സമൂഹത്തിൽ ഒരുമിച്ച് ജീവിതത്തെ വിഷലിപ്തമാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആളുകൾ തമ്മിലുള്ള ബന്ധം നശിപ്പിക്കുന്ന ഗോസിപ്പുകളുണ്ട്. ദൈവ സന്നിധിയിൽ വസിക്കുന്നവൻ ഈ വിധ പ്രവൃത്തികളിൽ പങ്കുകാരനാകുന്നില്ല. ഈ ഭയങ്കരമായ വിഷയത്തിൽ അസ്വസ്ഥനാകാതിരിക്കാൻ കഴിയും അവന്. ഒടുവിൽ
കാവലായി അവർ രോഗികളെ സുഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തവും സജീവവുമായ അറിവ് ഉള്ളിടത്തെല്ലാം ഒഴിവാക്കപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പ്രത്യേകിച്ച് രോഗികൾക്കും പ്രത്യേക പരിചരണം നൽകുന്നുണ്ട്. രോഗം ഭേദമാക്കാൻ സഹായിക്കുന്നത് ആ വ്യക്തിക്ക് സ്വീകാര്യതയും സ്നേഹവും തോന്നുന്നു എന്നതാണ് സത്യം. ഈ സ്വർഗാരോഹണ തിരുനാളിൽ ഏവർക്കും സ്വർഗീയ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.